എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലീജുൻ പറയുന്ന കേട്ട് ലിയാങ്ങിന് എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ലീജുൻ, ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ബെറ്റർ. നീ യാവുനെ കാണണം. യാവു നീയും തമ്മിലുള്ള ഈ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇത്രയും നാളത്തെ നിന്റെ ഫ്രണ്ട്ഷിപ്പ് നീ തകർക്കരുത്. നിന്റെ കരിയർ നീ അവസാനിപ്പിക്കരുതെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ലിയാങ് എന്തൊക്കെയോ ആലോചിക്കുന്നു. ലീജുൻ അപ്പോൾ അവളോട്, ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ഞാൻ പറയുന്ന കേൾക്കണോ വേണ്ടെന്നുള്ളത് നിന്റെ തീരുമാനമായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ലിയാങ് ഒരുപാട് സാഡായി ആ ഫോട്ടോ നോക്കി. ലീജുൻ പറഞ്ഞത് സത്യമാണ്. ക്യുവാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അവനെ ലൈക്ക് ചെയ്യുന്നു പറഞ്ഞ് അവൻ തിരിച്ച് എന്നെ ലൈക്ക് ചെയ്യണമെന്നില്ലല്ലോ. ഇതിൽ ക്യുവാന്റെ ഒരു ഫോൾട്ടുമില്ല. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവ് കാണും. അതായിരിക്കും അവൻ എന്നെ ഉപേക്ഷിച്ച് യാവനെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് അവൾ മനസ്സിൽ പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും ലിയാങ് ഒരുപാട് സാഡായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് യാവന്റെ അടുത്ത് പോയി സോറി പറയുമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഇവിടെ ലീജൻ ചെൽസിയോട് ലിയാങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ലിയാങ്ങിനോട് സംസാരിച്ചു. യാവനോട് പോയി സോറി പറയുന്ന കാര്യം പറഞ്ഞു എന്ന് അവൻ പറയുമ്പോൾ, എന്നിട്ട് ലിയാങ് നീ പറയുന്ന കേട്ടോ എന്ന് ചെൻസി ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല. അവൾ എനിക്ക് ഒരു റെസ്പോൺസും തന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ലിയാങ് എന്തായാലും യാവന്റെ അടുത്ത് പോയി സോറി പറയുന്നു. നെക്സ്റ്റ് സീനിൽ ടാങ് യാവുനെ വിളിച്ച് ഒരു കേസ് റിലേറ്റഡ് കാര്യം സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ ലിയാങ്ങിനെ കാണാൻ പോകുക, നിന്നെ പിന്നെ വിളിക്കാമെന്ന് യാവ് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലിയാങ് യാവും ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യുന്നു. ഞാനിവിടെ വന്നത് നിന്നോട് സോറി പറയാനാണ്. ഞാൻ കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അതിനെല്ലാം ഞാൻ നിന്നോട് അപ്പോളജൈസ് ചെയ്യുന്നു. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും. എനിക്കറിയാം നീ ക്യുവാനെ ലൈക്ക് ചെയ്യുന്ന. പക്ഷേ അവൻ തിരിച്ചെന്നെ ലൈക്ക് ചെയ്യാത്തതിൽ എൻ്റെ ഫോൾട്ട് എന്താണ്? ഇൻ കേസ് അവൻ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എപ്പോഴേ പോകുമായിരുന്നു എന്നും യാവ് പറയുന്നു. അവൾ ലിയാങ്ങിനോട്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് ബെറ്ററിന് വേണ്ടിയായിരിക്കും. ചിലപ്പോൾ നിന്റെ ലൈഫിൽ ക്യുവാനേക്കാളും ഒരു ബെറ്റർ പേഴ്സൺ വരുമായിരിക്കും എന്ന് പറഞ്ഞ് യാവ് അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം യാവ് വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ അവളോട്, നീ എന്താ ജുൻഹൻ ലോ ഫേമിലേക്ക് തിരിച്ചു വരാത്തത്? ഞാൻ ഇന്നലെ നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ നീ എനിക്ക് ഒരു റെസ്പോൺസും തന്നില്ല. ഇനി നീ എന്നോട് എന്തെങ്കിലും ദേഷ്യത്തിലാണോ എന്ന് ചോദിച്ച് അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാവിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം ബൈ മിസ്റ്റേക്ക് ക്യുവാന്റെ കാലിൽ വീഴുന്നുണ്ട്. അവന്റെ കാലിൽ ചെറുതായിട്ട് ഇഞ്ചുറി പറ്റുന്നു. അവനാകട്ടെ ഈ അവസരം മുതലെടുക്കുന്നുണ്ട്. പ്ലീസ് യാവു, ഞാൻ പറയുന്ന കേൾക്ക്. നീ നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരണം. നീ ഇല്ലാതെ എനിക്ക് അവിടെ ഒരു ഹാപ്പിനെസ്സും ഇല്ലെന്ന് അവൻ പറയുന്നുണ്ട്. യാവു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ജുൻഹയിൽ നിന്നും ഞാൻ കുറച്ചു നാള് ബ്രേക്ക് ആഗ്രഹിക്കുന്നു. ഇനി മുതൽ ഞാൻ മിസ്റ്റർ ലീയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ക്യുവാന് ചെറുതായിട്ട് ബാഡ് ഫീൽ ചെയ്യുന്നു. പക്ഷെ യാവിന്റെ ഡിസിഷനെ അവൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാവും ക്യുവാനും അവരവരുടെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി ലിഫ്റ്റിന് ഫ്രണ്ട് നിൽക്കാണ്. രണ്ടുപേരുടെ ഓഫീസ് സെയിം ബിൽഡിങ്ങിലാണ്. അപ്പോൾ കുറെ ആളുകൾ ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുന്നു. യാവിനോട് ക്യുവാൻ തന്റെ കൈ പിടിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവളാകട്ടെ ആളുകളെ കണ്ട് ഹെസിറ്റേറ്റ് ആകുന്നുണ്ട്. പക്ഷെ ക്യുവാനാകട്ടെ ആളുകൾ കാണുന്നതിൽ ഒരു കെയർ ഉണ്ടായിരുന്നില്ല. അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അതേസമയം ബാവ്രു തന്റെ ഫ്രണ്ട്സിനോട്, യാവു നമ്മുടെ ഓഫീസിൽ നിന്ന് പോയ സ്ഥിതിക്ക് പാവം ബോസ് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ യാവു തന്റെ പുതിയ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ തന്നെയാണ് അവളുടെ കോളേജ് മേറ്റ് ആയിരുന്ന ലായ്സിങ് വർക്ക് ചെയ്യുന്നത്. ആക്ട്രസ് ബായിയുടെ കേസിൽ അവരുടെ ഹസ്ബൻഡിന് വേണ്ടി വാദിച്ച ആ ലോയർ. ലായ്സിങ്ങിന്റെ ബോസായ മിസ്റ്റർ ലീ യാവുനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ലീ തന്റെ എംപ്ലോയീസിനെ എല്ലാവരെയും ലഞ്ചിന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സംസാരത്തിനിടയിൽ ക്യുവാനെ കുറിച്ച് ചെറുതായിട്ട് ഇൻസൾട്ടായി സംസാരിക്കുന്നു. ക്യുവാൻ അവന്റെ എംപ്ലോയീസിനെ ഫുൾ ടൈം ജോലി ചെയ്യിക്കാൻ നടക്കുന്നത്. അവർ എന്റർടൈൻ ചെയ്യാൻ ഒന്നും ചെയ്യാറില്ല എന്ന് മിസ്റ്റർ ലീ പറയുന്നു. ലായ്സിങ്ങും മിസ്റ്റർ ലീ പറയുന്ന കേട്ട് താങ്കൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് ക്യുവാനെ ചെറുതായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു. ഇതെല്ലാം ക്യുവാൻ കേൾക്കുന്നുണ്ട്. കാരണം ക്യുവാന്റെ ഇപ്പോഴത്തെ മെയിൻ പണി എന്ന് പറയുന്നത് യാവന്റെ പിറകെ നടക്കുകയാണ്. അവൾ ലഞ്ചിന് വന്നപ്പോൾ അവനും ലഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു സെയിം റെസ്റ്റോറൻറ്റിൽ. തന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേട്ട് ക്യുവാൻ എങ്ങനെ മിണ്ടാതിരിക്കും? അവൻ യാവന്റെ അടുത്ത് വന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. ക്യുവാൻ അവിടെ കാണുമ്പോൾ യാവു ആകട്ടെ സർപ്രൈസ് ആകുന്നുണ്ട്. നീ തൽക്കാലം ഇവിടുന്ന് പോകാൻ യാവു അവനോട് പറയുന്നു.
ഇല്ല, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മിസ്റ്റർ ലീ ക്യുവാനോട് താങ്കൾ ഇങ്ങനെ നിൽക്കാതെ ഇരിക്കാൻ പറയുന്നു. ക്യുവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ക്യുവാൻ ഇരിക്കുമ്പോൾ ലായ്സിങ്ങിനാവട്ടെ എന്തു പറയണമെന്നറിയില്ല. അവൻ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നു. ക്യുവാൻ, താങ്കൾ എപ്പോഴും ഭയങ്കര ബെറ്ററാണ്. താങ്കളുടെ എംപ്ലോയീസിനെല്ലാം താങ്കൾ ഒരുപാട് കെയർ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ബാക്കി എംപ്ലോയീസ് ആവട്ടെ സർപ്രൈസ് ആകുന്നുണ്ട്. കാരണം കുറച്ച് മുന്നെയാണ് ലായ്സിങ് ക്യുവാനെ കുറ്റം പറഞ്ഞത്. അതെ അതെ, എനിക്കറിയാമെന്ന് ക്യുവാനും പറയുന്നുണ്ട്. കാരണം കുറച്ചു മുന്നേ ക്യുവാനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് അവൻ അറിയാവുന്നതാണ്. താങ്കൾ താങ്കളുടെ എംപ്ലോയീസിനെ എല്ലാം വളരെ കെയർ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ യാവനോട് സംസാരിക്കാൻ ഇവിടേക്ക് വന്നേന്ന് ലായ്സിങ് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ എല്ലാവരെയും ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യാവുനെ. കാരണം ഇവളെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും സർപ്രൈസ് ആകുന്നുണ്ട്, ലായ്സിങ് ഉൾപ്പെടെ. നെക്സ്റ്റ് സീനിൽ യാവ് ക്യുവാനെ സൈഡിലേക്ക് കൊണ്ടുവന്ന് അവനോട് സംസാരിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി നിന്നോട് പറഞ്ഞല്ലേ ഇന്ന് ഞാൻ എൻ്റെ പുതിയ ജോബിന് പോവുകയാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്തരുതെന്നും നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഒരുപാട് ജലസായി, അതുകൊണ്ടാ അങ്ങനെ ചെയ്ത്. എനിക്കിഷ്ടമല്ല നീ എനിക്കല്ലാതെ മറ്റാർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നീ ഇല്ലാതെ ഞാൻ ആ ഓഫീസിൽ എങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതെന്ന്? എനിക്കെൻ്റെ ജോബിൽ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും അവൻ പറയുന്നു. ക്യുവാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ യാവ് അവനോട് നീ സാഡ് ആകണ്ട, എന്നിട്ട് അവനെ ഹാപ്പി ആക്കാനായി ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് യാവ് ഓഫീസിലേക്ക് വരുമ്പോൾ അവളുടെ കൊളീഗ്സ് എല്ലാം അവളോട് സംസാരിക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ യാവ് അവരോട്, പ്ലീസ് നിങ്ങൾ എന്നെ കാണുമ്പോൾ ക്യുവാൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന ടാഗിൽ കാണരുത്, പകരം ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൊളീഗ് മാത്രമാണെന്ന് പറയുന്നു. അവരെല്ലാവരും യാവ് പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അവളോട് നോർമലായി ബിഹേവ് ചെയ്യുന്നു. അവൾ സീറ്റിലിരിക്കുമ്പോൾ ലായ്സിങ് ആകട്ടെ തൻ്റെ ഫേസ് യാവിന് ഹൈഡ് ചെയ്യുന്ന കാണുന്നു. നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് യാവ് ചോദിക്കുമ്പോൾ, നീ ക്യുവാൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. നമ്മൾ രണ്ടാളും സെയിം ഹൈസ്കൂളിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ആയത്. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ടും നീ നിന്റെ റിലേഷനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, പക്ഷേ വർക്കിൽ ബിസി ആയതുകൊണ്ട് ഒരവസരം കിട്ടിയില്ല എന്നും അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ഓഫീസിന് വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ അവളോട് നിന്റെ ഓഫീസിലെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നു. നല്ലതായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ ക്യുവാൻ ആകട്ടെ യാവിൻ്റെ ഓഫീസിൻ്റെ ഓരോരോ കുറവുകൾ കണ്ടെത്തി പറയുന്നു. ലൈക്ക് നിന്റെ ഓഫീസ് ചെറുതാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അവളോട് ജുൻഹെങ്ങിലേക്ക് തിരിച്ചു വരാനും പറയുന്നുണ്ട്. യാവു ആകട്ടെ ഈ ടോക്ക് ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്നില്ല. അവൾ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ ലായ്സിങ് തൻ്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ക്യുവാൻ അവൻ്റെ പിറകെ വരുന്നുണ്ട്. എന്നിട്ട് അവനോട് സംസാരിക്കുകയല്ല, ഇൻഡയറക്ട്ലി അവനെ ഭീഷണിപ്പെടുത്താണ്. ലായ്സിങ് ആകട്ടെ പേടിക്കുകയും ചെയ്യുന്നു. നോക്കൂ, യാവ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നിന്റെ ഓഫീസിലാണ്. അവൾ അവിടെയുള്ളപ്പോൾ അവളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ലെന്നും ക്യുവാൻ പറയുന്നു. യാവ് അപ്പോൾ അവിടേക്ക് വന്ന് ക്യുവാൻ പറയുന്നത് നീ കാര്യം എടുക്കണ്ട, ഇവൻ തമാശ പറയുകയാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് ലായ്സിങ്ങിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി കൊടുക്കാൻ തുടങ്ങുന്നു. ക്യുവാൻ ആകട്ടെ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ തൻ്റെ ഓഫീസിലിരുന്ന് ഈ കോഫി കുടിക്കുകയാണ്. അപ്പോൾ ബാവരു അവിടേക്ക് വരുന്നു. ഈ കോഫി വളരെ ടേസ്റ്റിയാണ്, നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ട്രീറ്റായി എല്ലാ കൊളീഗ്സിനും ഇത് വാങ്ങിക്കൊടുക്കാൻ ബാവരോട് പറയുന്നു. നെക്സ്റ്റ് സീനുകളിൽ കാണിക്കുന്നത് യാവും ലായ്സിങ്ങും കുറെ കേസുകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അവരുടെ കേസുകളെല്ലാം ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ലോ ഫേമിന് ഒരുപാട് പ്രോഫിറ്റും കിട്ടുന്നു. പക്ഷേ യാവുവിൻ്റെ തിരക്ക് കാരണം ക്യുവാന് കൊടുക്കാൻ യാവുവിൻ്റെ പക്കൽ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യുവാൻ ടാങ് വഴി ഒരു കാര്യം അറിയുന്നു. യാവു തൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുകയാണെന്ന്, എന്തോ സെലിബ്രേഷൻ്റെ ഭാഗമായി. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ക്യുവാൻ യാവും കൊളീഗ്സ് ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന എല്ലാം ചെവി കുറിപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യുവാൻ്റെ കൂടെ യൂഫിയും ബാവരും ഉണ്ട്. ക്യുവാൻ ഇങ്ങനെ ചെവി കുറിപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ അവർ അവനോട്, താങ്കൾ ഒരുപാട് ബ്രേവ് അല്ലേ, താങ്കൾ എന്താ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അവരുടെ കൂടെ ഇരിക്കാതെയും ചോദിക്കുന്നു. ഞാൻ ബ്രേവാണ്, പക്ഷെ സ്റ്റുപ്പിഡ് അല്ല. ഞാൻ അവിടേക്ക് പോവുകയാണെങ്കിൽ യാവന് മനസ്സിലാകും ഞാൻ അവളുടെ പിറകെ വന്നെയാണെന്നും
അവൾ പറയുന്നത് കേൾക്കാൻ വന്നെയാണെന്നും. നെക്സ്റ്റ് സീനിൽ യാവു ഓഫീസിലിരിക്കുമ്പോൾ ക്യുവാന്റെ മദറിന്റെ സൗണ്ട് കേൾക്കുന്നു. ക്യുവാന്റെ മദർ റിസപ്ഷനിസ്റ്റുമായി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യാവുവിനെ കാണാൻ അവർ മദറിനെ സമ്മതിക്കുന്നില്ല. യാവു അവിടേക്ക് ഓടി വരുന്നു. നീ ക്യുവാന്റെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തോന്ന് ഞാൻ അറിഞ്ഞു. ഇതിന്റെ കാരണം ക്യുവാനാണോ? നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്നൊക്കെ മദർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ലെന്ന് യാവു പറയുന്നു. അതേസമയം ക്യുവാൻ ഇവിടെ അവന്റെ ഫാദറിന്റെ കൂടെ ഫുഡ് കഴിക്കുകയാണ്. ക്യുവാന്റെ മദർ യാവുവിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് അവൻ അറിയുന്നു. മദർ അവിടേക്ക് വന്ന്, യാവു നിന്റെ ഓഫീസ് വിട്ട കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? മദർ ആകട്ടെ മദറിന്റെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. യാവു വളരെ നല്ല ഗേളാണ്. ഞങ്ങളുടെ ഡോട്ടറിലുമായിട്ട് ഞങ്ങൾക്ക് യാവുവിനെ മാത്രം മതി. നീ അവളുമായി ബ്രേക്കപ്പ് ആകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലെന്നൊക്കെ ക്യുവാൻ പറയുന്നുണ്ടെങ്കിലും മദർ ആകട്ടെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം കേട്ട് ഫാദറും ക്യുവാനോട് പറയുന്നു, യാവുമായിട്ട് നീ ബ്രേക്കപ്പ് ആകുകയാണെങ്കിൽ മദർ മാത്രമല്ല ഞാനും നിന്നോട് ഒരിക്കലും സംസാരിക്കില്ലെന്ന്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് യാവുവിൻ്റെ അടുത്ത് പോയി അവളെ കൺവിൻസ് ചെയ്യാൻ രണ്ടുപേരും പറയുന്നു. നെക്സ്റ്റ് സീനുകളിൽ യാവുവിൻ്റെയും ക്യുവാൻ്റെയും റൊമാൻസ് ഇഴക്കാണ്. അതേസമയം ടാങ്ങിന്റെ യൂഫിയുടെയും ഓഫീസിലും. നെക്സ്റ്റ് സീനിൽ യാവു വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ വീണ്ടും അവളോട് ജുൻഹെങ്ങില് റീജോയിൻ ചെയ്തതിനെ കുറിച്ച് പറയുന്നു. നീ എന്തിനാ വീണ്ടും എന്നോട് ഈ സെയിം കാര്യം ഫോഴ്സ് ചെയ്യുന്നെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ നിന്നെ ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട്. നിന്നെ എപ്പോഴും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും നീ കൂടെ ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ യാവു ആകട്ടെ അവൻ്റെ ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. ക്യുവാൻ ആകട്ടെ സാഡായിട്ട് അവിടെ ഇരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഫുഡ് ബാത്തിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു.